നമ്മളീ 3 വണ്ടികളും 4 വണ്ടികളും ഇത് നമ്മുടെ വണ്ടികൾ മെക്ലാറിനാ. അതും നമ്മുടെ മസ്താങ്കുവാ. മെക്ലാറിനെയാണ് മെക്ലാറിനെ വെച്ച് പൊടി വണ്ടിയാ. നിങ്ങൾക്കറിയാം നമ്മളെ മെക്ലാറിനാണ് ഒക്കെ ഇഷ്ടം. മെക്ലാറിനെ ഇതൊന്നാണ് നമ്മൾ ഇല്ലാടത്ത അല്ലെ ഇങ്ങോട്ടാണ് മാസ് കാണിച്ച് വളയ്ക്കുന്നേ. തനിക്ക് കണ്ണിന് വല്ല അസുഖമാണ്. ഈന്ത്രിക്കായിട്ട് മാസ് കാണിച്ച് വളയ്ക്കരുത്. ഈന്ത്രിക്കായിട്ട് മാസ് മാസ് എനിക്ക് എങ്ങനെ മനസ്സിലാവും? എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നു? ഈ അടുത്ത് മാസ് കാണിക്കുന്ന അയാൾ ഉണങ്ങിയത് തന്നെ. നേരെ മറന്നു അതിന്റെ കൂട്ടുകാര് ഇതിലോട്ട് സോമൻ ഇവിടെയാ. സോമൻ ഇവിടെ അപ്പൊ കേറട്ടെ. ഞാൻ സോമനും മാത്രം കൂട്ടുകാരെന്ന് പറയുന്നത് വേറെ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോ സോമൻ എടുക്കും. മെക്ലാറൊക്കെ എടുക്കണം. മെക്ലാറൊക്കെ എടുത്തു. ആ പോവാണ് മെക്ലാറിനുള്ളത് നമ്മൾ വരാതെ ഇരിക്കും. മെക്ലാറിന് വന്നാൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ റൂംസിൽ നിന്ന് അല്ല ജാക്കിൽ പോയതാണ്. ഞാൻ ഗ്യാസ് പോയത് അപ്പൊ കണ്ടു ഒറ്റ കാല് കൊടുത്ത് ഒന്ന് ബ്രേക്ക്. സ്ലോ ഇത്രയും ആളുമാർ പോകുന്നുണ്ട്. ഒരു കുഞ്ഞു കാർ എന്തോരം പോയി വണ്ടിയുടെ കറക്കടൊക്കെ എന്നിട്ടും ഇതിന്റെ ലോബിടക്ക് ഇങ്ങനെ റെഡിയായി വരത്തുള്ളു. ആ ലോബിയുടെ ഓക്കെ ലോബിയുടെ റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കിയ പണി കൂടെ കഴിഞ്ഞു. ഇൻഷുറൻസും റെഡിയാക്കി. ലോബിയുടെ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ നേരെ ലോബിയിലേക്കാണ് നമ്മുടെ വണ്ടി മറ്റേ സിറ്റി ടൂറിലോട്ടായിരുന്നു. ആ സിറ്റി ടൂറിലോട്ട് സിറ്റി ടൂറിലോട്ട് പോവാ. ഫോണും ചിലപ്പാ ഓക്കെ ഫോണും അടിച്ച് നേരെ പോവാ. ഇവിടെ നേരെ പോയാൽ മതിയാ. വേണ്ടടാ ഇവിടെ ലെഫ്റ്റ് എടുത്താൽ മതി. നേരെ പോയാൽ മതി. നേരെ പോകും. നേരെ പോവാ. നീ പെട്ടെന്ന് അറിയത്തില്ല. അറിഞ്ഞടാ അത്രാമത്തെ ഇടിയാടാ ഇടിച്ചത്. മൂന്നാമത്തെ ഇടിയാ ഇടിച്ച. മൂന്നാമത്തെ അല്ലല്ലോ ആണോ മൂന്നാമത്തെ. നീ വന്ന മുമ്പേ തന്നെ ഒരു ഇടി കൂടെ അടിച്ചു. നീ പെട്രോൾ ഫുൾ ടാങ്ക് അല്ലടാ ഡീസൽ ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയത്. ഇങ്ങോട്ടാ പെട്രോളും ഡീസലും മാറ്റിയത്. ഇങ്ങോട്ട് തന്നെ പെട്രോൾ ആക്കിയത്.
ഇവിടെ തന്നെ ഡീസലാക്കിയത്. ഇതും കൂടി ഇപ്പൊ അങ്ങ് ഡീസൽ അടിക്കട്ടു. ചേട്ടാ ഫുൾ ടാങ്ക് ഡീസല് ഡി ആണോ ഡീസലാണോ? എടാ ഷോ ഇറക്കാൻ നീയാണ് അടിക്കടാ ഡീസല്. ഓക്കെ അടിച്ചിരുന്ന പൈസ. ഓക്കെ മെക്ലോറിനാണോ അങ്ങനെ പറഞ്ഞു ക്ലച്ച് കൊടുക്കുന്നത് ബ്രേക്ക് ഇട്ടില്ല. അങ്ങനെയല്ലേ പിന്നെ വണ്ടി ക്ലച്ച് ഇട്ടിട്ടല്ലേ ബ്രേക്ക് ഓടിക്കുന്നത്. ക്ലച്ച് ഇട്ടിട്ടോ ബ്രേക്ക് ഓടിക്കും. അടി തട്ടും. പോയിട്ട് വാ. ഓക്കെടാ പോയിട്ട് വന്നു. എന്തായിരുന്നു കാര്യം? എടാ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സാധനം കൊടുക്കാം. എന്തുവാണ് സാധനം ഞാൻ പറയാം. സാധനം ഒരു ബിരിയാണി കൊടുക്കാറുണ്ടായിരുന്നു. സാധനമാണെങ്കിൽ പൈസ കൊടുക്കാറുണ്ട്. അതെന്റെ അടുത്ത് ചോദിച്ചാ പോലെ നിന്റെ അടുത്ത് ചോദിച്ചു. എടാ 1600 കാട്ടി അത്ര 1600 കാട്ടി പോയി. 1000 ഉണ്ട് അതിന് കാട്ടി കൊടുക്കും. ഇപ്പൊ വേണ്ട ഈ പൈസ കൊടുക്കണം. കണ്ടിട്ട് ഈ പൈസ ഞാൻ കൊടുത്തോട്ടെ. വേണ്ട അങ്ങോട്ട് നിനക്ക് പോയിട്ട് മന്തിയൊക്കെ എടുത്ത് കഴിക്കാൻ. ആ പൈസ കൊണ്ട് ബിരിയാണി കഴിക്കേണ്ട. അതുകൊണ്ട് അയാൾ വിളിച്ചത് കമ്പനി. അയാൾക്ക് മാസോ നിന്റെ ആക്കിയിട്ട് പോകാൻ വേണ്ടിട്ട് എങ്ങോട്ടാ? എനിക്ക് എന്നെ വീട്ടിലോട്ട് പോണം. വീട്ടിൽ പോ വണ്ടി ഒന്നും കിട്ടും. ഞാനതിന് പോകുന്നോ നിൽക്കും. വീട്ടിൽ ഞാനങ്ങനെ പോകും തിരിച്ചു. നീ തിരിച്ച് ഇങ്ങോട്ട് പോണം. ഇവിടെ ഇറക്കി കേട്ടോ. ഇവിടെ ഇറക്കി നടൻ തിരിച്ചു പോകും. ആലോചിക്കും തിരിച്ചു പോകും. Right.
ഇത് നേരെ വാങ്ങി കച്ചവടം മസ്താങ് എടുത്തോട്ടെ. സ്റ്റാൻഡിന്റെ കുറെ സാധനങ്ങളെല്ലാം മാറ്റിയായിരുന്നു. ഈ കിറ്റ് മൊത്തം മാറ്റി പുതിയ സാധനമൊക്കെ പുതിയ കുറ്റൊക്കെ എടുത്ത് വെച്ചു. ഇത് ഇച്ചിരിയില്ലേ കാലൊടുത്ത പണിയാണ് അവിടെ ചേർക്കാൻ പണിയാണ്. വേറെ ഏതോ വണ്ടി ഇറക്കുന്ന പോലെ ഇറക്കുന്നത് അംബാസിഡർ ഇറക്കുന്ന പോലെ ചെടി കൂടെ ഇറക്കുന്നത്. നമ്മളിപ്പോ ചീറ്റ വെട്ടി വെട്ടി പോവാ. അപ്പൊ അതോ അപ്പുറത്തോട്ട് തിരിച്ചിങ്ങനെ നേരെ വിട്ട് നേരെ വിട്ട് അപ്പൊ തന്നെ വെട്ടി വെട്ടി ഇങ്ങനെ 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 ഇത് കണ്ട പുറത്തുനിന്ന് ഒറ്റ ബ്രേക്കിൽ അപ്പൊ തന്നെ വണ്ടിയിൽ വെക്കാം. വെട്ടി വെട്ടി ബമ്പറിലേക്ക് പോയി. ആ ബമ്പറിലേ പോയത് സീറ്റ് രണ്ടോ വണ്ടിന്റെ അടി കട്ടു. എയർ സസ്പെൻഷൻ ചെയ്യണം. വണ്ടി കണ്ട എവിടെങ്കിലും കേട്ടി അപ്പൊ തന്നെ ഇത് വണ്ടീനെ കൊണ്ടു മസ്താങ്ങല്ലേ മലബാറായി മലബാറിനെ വിളിക്കാം. മസ്താങ് ഒരു പുലി മക്കളാക്ക് മിസ്റ്റും പോയും. ഇത് ഞാനിങ്ങനെ ഇത്ര കഷ്ടപ്പെട്ടെടുത്ത അതെത്ര വളരെടുത്ത് ഇതിന്റെ വലിയ മോറും ഈ കൊടുത്രയാണ്